ബീഹാറിൽ പിറന്ന ഒരു കുഞ്ഞിളം കാറ്റ് ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്ക് ഇനിയും വിശദീകരിക്കാനാകാത്തൊരു പ്രതിഭാസമായി ആ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ബിഗ് മാച്ച് ഫ്ലോപ്പ്. അണ്ടർ 19 ഏഷ്യ കപ്പ് സെമിയിലും ഫൈനലിലും ആ ബാറ്റ് നിശ്ചലമായപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈകാരിക ആരാധകർ അങ്ങനെയൊരു ടാഗ് വൈഭവ് സൂര്യവംശിക്ക് ചാർത്തി കൊടുത്തിരുന്നു. പക്ഷേ അതിന് മറുപടി പറയാൻ വൈഭവ് സൂര്യവംശി എന്ന കൗമാരക്കാരനെ അധികകാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കൗമാര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മത്സരത്തിൽ തന്നെ അവൻ ആ വിമർശനങ്ങളെ ബൗണ്ടറിക്കപ്പുറത്തേക്ക് ഊർത്തിറക്കിയിരിക്കുന്നു. ആ ഇടങ്കൈയിൻ്റെ ശക്തിയിൽ പറന്നുപോയ ബൗണ്ടറികളും 175 റൺസ് എന്ന മാമൂത്ത് സ്കോറും സാക്ഷി. ക്രിക്കറ്റിൽ ഇതുപോലൊരു ഉദയം ഇതുവരെ ഉണ്ടായിട്ടില്ല. 15 വയസ്സ് തികയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കവേ ഈ ടീനേജർ സെറ്റ് ചെയ്തു വെക്കുന്ന ബെഞ്ച് മാർക്കുകളെ അത്ഭുതത്തോടെയല്ലാതെ ഒരാൾക്കും നോക്കി നിൽക്കാനാകില്ല. ദൈവവും രാജാവുമെല്ലാം നെറ്റിപ്പട്ടം ചാർത്തുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ലഗസിയാക്കാൻ അതിലേറെ ഹൈപ്പുമായി മറ്റൊരാൾ വരുന്നു. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ ഇംഗ്ലീഷ് ബോളർമാർ ഏറ്റവും അധികം ഭയപ്പെട്ടത് വൈഭവിൻ്റെ എൻട്രി തന്നെയായിരുന്നു. ബാല്യത്തിൻ്റെ കുസൃതി വിട്ടുമാറാത്ത മുഖത്തെ മറച്ചുവെക്കുന്ന ഹെൽമെറ്റുമായി വൈഭവ് ക്രീസിലേക്ക്. വൈഭവിൻ്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് പതുക്കിയായിരുന്നു ആ തുടക്കം. ആദ്യത്തെ 15 റൺസിലെത്താൻ 17 പന്തുകളെ നേരിട്ടു. സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തോന്നിക്കവെയാണ് 6ാം ഓവർ എറിയാൻ അലക്സ് ഗ്രീൻ എത്തുന്നത്. ആ ഓവറിലെ ആദ്യ പന്തിനെ ഇടം കൈകൊണ്ട് അടിച്ചു തെറിപ്പിച്ച് വൈഭവ് കോൺഫിഡൻസ് വീണ്ടെടുത്തു. 9ാം ഓവറിൽ മിൻഡോയുടെ പന്തുകളിലാണ് വൈഭവ് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു തുടങ്ങുന്നത്. ആ ഇടതു കൈയൊന്ന് വീശിയടിച്ചാൽ പിന്നെ ഒരു ബൗളറും ഒരു ഡെലിവറിയും പ്രശ്നമല്ല എന്നൊരു സൂചനയായിരുന്നു അത്. സ്പിന്നും പേസുമായി പിന്നീട് ബൗളർമാർ മാറി മാറി വന്നു. പക്ഷേ അതിശയപ്പിറവിയുടെ ഷോട്ടുകളേറ്റ് നോക്കി നിൽക്കാനായിരുന്നു എല്ലാവരുടെയും നിയോഗം. ഒടുവിൽ 20ാം ഓവറിൻ്റെ ഒടുക്കത്തിൽ സെഞ്ചുറിയിലെത്താൻ വേണ്ടി വന്നത് വെറും 55 പന്തുകൾ മാത്രം. ഓൾറെഡി ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഇന്നിങ്സിനെ മറ്റൊരു ഗിയർ ചേഞ്ച് കൂടി നടത്തി വൈഭവ് മാക്സിമം സ്പീഡിലെത്തിക്കുന്നതാണ് പിന്നീട് കണ്ടത്.